നമ്മളേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചതി ഉണ്ടായാൽ അതാർക്കും അങ്ങനെ സഹിക്കാൻ കഴിയുന്നതല്ല. ആ വേദന മറ്റാർക്കും പറഞ്ഞാലും മനസ്സിലാകില്ല. എന്നാൽ പ്രണയച്ചതി എന്ന് കേട്ടിട്ടില്ലേ? പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ തേപ്പ്. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഇതുപോലുള്ള ചതി മനസ്സിൽ വല്ലാത്ത പകയുണ്ടാക്കും. പിന്നീട് അത് പ്രതികാരത്തിലേക്ക് മാറാം. ഒടുവിൽ കൊല്ലും കൊലയും അറസ്റ്റുമൊക്കെയായി ജീവിതം നശിപ്പിക്കുന്നവരുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്നേഹം വേണ്ടാത്തവർക്ക് പിന്നാലെ പോയി എന്തിനാണ് സ്വയം ജീവിതം തകർക്കുന്നത്? അവരുടെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിക്കണം. അതായിരിക്കണം നിങ്ങളുടെ പ്രതികാരം. പാലക്കാട് നെന്മാറയിൽ യുവാവ് കാമുകിയെയും അച്ഛനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പകയിലാണ്. ഇതോടൊപ്പം കാസർഗോഡ് പറക്കമുറ്റാത്ത മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യയെ ആക്രമിച്ച ശേഷം ജീവനൊടുക്കിയ യുവാവിനെക്കുറിച്ചും കേൾക്കാൻ കഴിയും. ആ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. പാലക്കാട് നെന്മാറ സ്വദേശിനി ശ്രുതി +2 പഠിക്കുമ്പോഴാണ് ബസ് ഡ്രൈവറായ ഗിരീഷുമായി പ്രണയത്തിലാകുന്നത്. പിന്നീട് ഡിഗ്രിക്ക് ശേഷം യുവതി ജോലി തേടി വിദേശത്തേക്ക് പോയി. ഗൾഫ് വിസയ്ക്കുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകിയത് ഗിരീഷായിരുന്നു. നാട്ടിലേക്ക് തിരികെ വന്നാൽ വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചതാണ്. അതിനിടെ രണ്ടുപേരും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി കാണാം. എന്നാൽ ശ്രുതി നാട്ടിൽ തിരിച്ചെത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഗിരീഷ് കരുതിയത്. അങ്ങനെ ശ്രുതി മടങ്ങി വന്നതോടെ അയാൾ വിവാഹാഭ്യർത്ഥനയുമായി വീട്ടിലെത്തി. പക്ഷെ തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞതോടെ അവൻ്റെ മനസ്സ് തകർന്നു. കഴിഞ്ഞ രാത്രി യുവതിയുടെ വീട്ടിൽ ഗിരീഷ് എത്തിയത് പ്രതികാര ചിന്തയോടെയാണ്. ഒടുവിൽ യുവതിയെയും പിതാവ് സജീഷ് കുമാറിനെയും വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ മേലാർക്കോട് സ്വദേശി ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷമായി യുവതിയും ഗിരീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അതിനിടെയാണ് ശ്രുതി ഗൾഫിലേക്ക് ജോലി തേടിപ്പോയത്. അതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകിയത് ഗിരീഷാണ്. നാട്ടിൽ തിരിച്ചെത്തിയാൽ ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. എന്നാൽ യുവതി വിദേശത്ത് ജോലിക്ക് പോയി തിരികെ വന്നതിന് ശേഷം ബസ് ഡ്രൈവറായ ഗിരീഷിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മദ്യലഹരിയിൽ എത്തിയ ഗിരീഷ് യുവതിയെയും അച്ഛനെയും വെട്ടുകത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ഇരുവരെയും നെന്മാറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലത്തൂർ പോലീസാണ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തത്. ഗിരീഷിന്റെ വിവാഹാഭ്യർത്ഥന കുടുംബം നിരസിച്ചതിൽ പ്രകോപിതനായാണ് അക്രമം എന്നാണ് വിവരം. വിദേശത്തായിരുന്ന ശ്രുതി നാട്ടിൽ തിരിച്ചെത്തിയതറിഞ്ഞ് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ പ്രതിയോട് താല്പര്യമില്ലെന്ന് അറിയിച്ചതായി പോലീസ് പറഞ്ഞു. എന്നാൽ തുടർന്നും യുവതിയെ ഫോണിലൂടെ വിളിച്ച് നിരന്തരം ശല്യം ചെയ്തിരുന്നതായി ഇവർ പരാതിപ്പെട്ടു. വിവാഹത്തിന് വഴങ്ങാതെ വന്നതോടെ കത്തിയുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ആക്രമിച്ചതായും തടയാനെത്തിയ അച്ഛനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചതായും പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. രാത്രി വീടിന് പുറത്ത് അച്ഛൻ അമ്മയെ ആക്രമിക്കുമ്പോൾ 1ഉം 5ഉം വയസ്സുള്ള 2 കുരുന്നുകൾ ഉറക്കത്തിലായിരുന്നു. ബഹളം കേട്ട് കുട്ടികൾ എഴുന്നേറ്റപ്പോൾ വീടിന് പുറത്തു നിന്ന് കതക് പൂട്ടിയ നിലയിൽ. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ആ കുഞ്ഞുങ്ങളുടെ അമ്മ സിനി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. തൊട്ട് സമീപത്തായി അച്ഛൻ സുരേന്ദ്രൻ തൂങ്ങി മരിച്ച വീട്. കാസർഗോഡ് കുറ്റിക്കോലിലെ പറക്കമുറ്റാത്ത കുട്ടികളുടെ നിലവിളി കണ്ടുനിന്ന് ആർക്കും സഹിക്കാവുന്നതല്ല. കുടുംബ വഴക്കിനെ തുടർന്നാണ് സുരേന്ദ്രൻ ഭാര്യ സിനിയെ ആക്രമിച്ചതെന്നാണ് വിവരം. സംഭവത്തിന് ശേഷം അയാൾ ജീവനൊടുക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ബേഡകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറ്റിക്കോൽ പയന്തങ്ങാനത്ത് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് കെട്ടിത്തൂങ്ങി ജീവനൊടുക്കി. കുറ്റിക്കോൽ ടൗണിലെ ഓട്ടോ ഡ്രൈവറും മുൻ പ്രവാസിയുമായ സുരേന്ദ്രനാണ് ജീവനൊടുക്കിയത്. ഭാര്യ സിനിയെ കുത്തേറ്റ നിലയിൽ ചെങ്കളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
5ഉം 1ഉം വയസ്സുള്ള 2 മക്കൾ ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് സുരേഷ് ഭാര്യയെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ സിനി ഓടി അയൽവീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു. തുടർന്ന് അയൽവാസികൾ സിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് നാട്ടുകാർ എത്തി പരിശോധിച്ചപ്പോഴാണ് സുരേഷിനെ ഏണിപ്പടിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുടുംബ വഴക്കാണ് സംഭവത്തിന് കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത്. സംഭവത്തിൽ ബേഡകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നവരാണ് രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും. എന്നാൽ അവരുടെ വീടുകളിൽ പോലും ലഹരി മാഫിയ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. കൊച്ചിയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ രാഷ്ട്രീയ നേതാവായ അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ്. കൊച്ചിൻ കോർപ്പറേഷൻ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫിനെ മകൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ആവശ്യപ്പെട്ട പണം നൽകാത്തതിൻ്റെ വിരോധത്തിലാണ്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മകൻ ഷെഫിൻ ജോസഫിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാരമായി പരിക്കേറ്റ ഗ്രേസിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പരാതി നൽകാൻ കുടുംബം തയ്യാറായിട്ടില്ല. കലൂരിൽ ഗ്രേസി നടത്തിയിരുന്ന കടയിലെത്തി മകൻ ഷെഫിൻ ജോസഫ് പണം ആവശ്യപ്പെട്ടതോടെയാണ് കഴിഞ്ഞ രാത്രി ഈ സംഭവങ്ങളുടെ തുടക്കം. മകനും ഗ്രേസിയുമായി വാക്കുതർക്കമുണ്ടായതായാണ് വിവരം. തർക്കത്തിനൊടുവിൽ കത്തികൊണ്ട് മകൻ ഗ്രേസിയെ കുത്തുകയായിരുന്നു. ഷെഫിൻ സംഭവ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പരാതിയില്ലെന്നാണ് ഇതുവരെയും കുടുംബത്തിൻ്റെ നിലപാടെങ്കിലും കുറ്റകൃത്യം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഗ്രേസിയുടെ മൊഴിയെടുക്കും. ഷെഫിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. ഗ്രേസിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. കുടുംബം പരാതി നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. മകന് കൗൺസിലിംഗ് നൽകുന്ന കാര്യങ്ങളാണ് ഗ്രേസി പോലീസുമായി സംസാരിച്ചിട്ടുള്ളതെന്നാണ് അറിയാവുന്നത്. 2015-20 കലൂർ സൗത്തിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറായിരുന്നു ഗ്രേസി ജോസഫ്. ന്യൂസ് 18 കൊച്ചി. വേദിയെ ഇളക്കി മറിക്കുന്ന പാട്ടുകൾ, ഗായകനെന്ന താരപരിവേഷം. സ്വാഭാവികമായും വേടനോട് പലർക്കും ആരാധനയും ഇഷ്ടവും പ്രണയവുമൊക്കെ തോന്നാം. എന്നാൽ ഇങ്ങനെ അയാളെ പ്രണയിച്ച 3 പെൺകുട്ടികളാണ് ലൈംഗിക പീഡന പരാതിയുമായി രംഗത്ത് വന്നത്. അതിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൽ വേടൻ അറസ്റ്റിലുമായി. എന്നിട്ടും അയാൾ ഇപ്പോഴും സ്വയം ന്യായീകരിക്കുകയാണ്. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വേടൻ പറയുന്നത്. ഗവേഷക വിദ്യാർത്ഥിനിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ചോദ്യം ചെയ്യലിന് എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. കേസിൽ വേടനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വേടൻ്റെ മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. പരാതിക്കാരിയുടെ മൊഴി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ വേടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായി വേടൻ ആരോപിച്ചു. കേസ് നിലനിൽക്കുന്നതിനാൽ കൂടുതൽ പറയാനില്ല. എല്ലാം വിശദമായി പിന്നീട് അറിയിക്കാമെന്നും വേടൻ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കുംതിരക്കും കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാൻ പറ്റും. ഗൂഢാലോചന സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ലായിരിക്കില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. ഉണ്ട്, തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം ഒന്ന് പറയുന്നത്. ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനി ദളിത് സംഗീതത്തിന്റെ പ്രബന്ധ ആവശ്യവുമായി ബന്ധപ്പെട്ട വേടനെ സമീപിച്ചു. 2020 കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തി പെൺകുട്ടിയെ കടന്നുപിടിച്ചെന്നും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുമാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിക്കുക, ലൈംഗികാതിക്രമം നടത്തുക, അശ്ലീല പദപ്രയോഗം, ലൈംഗിക അംഗവിക്ഷേപങ്ങൾ കാണിക്കുക എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെ തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്തിരുന്നു.
ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. അതേസമയം വേടനെതിരെ ഉയരുന്ന തുടർച്ചയായ പരാതികളിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും കുടുംബം പരാതിയിൽ പറയുന്നു. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വേടന്റെ സഹോദരൻ ആരോപിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. വേടനെ പോലെ താരപരിവേഷവും അധികാരവും മുതലെടുത്ത് പെൺകുട്ടികളെയും സ്ത്രീകളെയും ലൈംഗികമായി ചൂഷണം ചെയ്തവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളുടെ പഞ്ചാര വർത്തമാനത്തിൽ നിരവധി പെൺകുട്ടികളാണ് ചതിക്കിരയായത്. എന്നാൽ യുവതികൾ പരാതി നൽകാത്തത് നാണക്കേട് കാരണമാണോ അതോ അയാളുടെ സമ്മർദ്ദം കാരണമാണോ? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ തെളിവുകൾ തേടി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തുടരുകയാണ്. യുവനടി രാഹുലിനെതിരെ മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയേക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ ആ ദിശയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികൾക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ പേർ പരാതി നൽകുന്നതിൽ നിന്ന് പിന്മാറിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കൊച്ചി സ്വദേശിയായ യുവനടി രാഹുലിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിന് പുറമെ പരാതിക്ക് ആധാരമായ തെളിവുകൾ കൂടി കൈമാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ മറ്റുള്ളവരും അന്വേഷണത്തോട് സഹകരിച്ചേക്കുമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. കൊച്ചി സ്വദേശിനിയായ യുവതിയെ പരാതിക്കാരിയോ സാക്ഷിയോ ആക്കി മാറ്റുന്നതിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. അതേസമയം ഗർഭചിത്രം നടത്തിയ യുവതികളെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം തുടരുകയാണ്. ഗർഭചിത്രം നടത്തിയ 2 യുവതികളിൽ ഒരാൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചാൽ ഇത് പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ കടുപ്പിക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിൻ്റേത്. ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. 6 വർഷത്തോളം ചതുപ്പിൽ കുഴിച്ചിട്ട രഹസ്യം അത് പുറത്തെത്തിക്കാൻ കഠിനമായ വഴികളിലൂടെ പോലീസ് നടത്തിയ അന്വേഷണം. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിൻ്റെ തിരോധാനവും ദുരൂഹമരണവും പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അസാധാരണമായൊരു ഏടാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാറി സരോവരത്തെ ഒറ്റപ്പെട്ട ചതുപ്പ് സ്ഥലത്ത് നിന്നാണ് 6 വർഷം മുൻപ് സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള പോലീസ് നായയുടെ സഹായത്തോടെയായിരുന്നു തിരച്ചിൽ. ചതുപ്പിനുള്ളിൽ വഴി നിർമ്മിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു പരിശോധന. മാർച്ച് 24 കോഴിക്കോട്ട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ വിജിലിനെ സരോവരത്തെ ചതുപ്പിൽ താഴ്ത്തിയതായി പ്രതികൾ മൊഴി നൽകിയിരുന്നു. വിജിലിന്റെ സുഹൃത്തുക്കളായ KK നിഖിൽ, ദീപേഷ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തത്. അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് വിജിൽ മരിച്ചെന്നും വിവരം പുറത്തു പറയാൻ ഭയമായതിനാൽ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നുമായിരുന്നു പ്രതികളുടെ മൊഴി. പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്ന് ഏതാണ്ട് 40 മീറ്റർ മാറിയാണ് അസ്ഥികഷ്ണങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സ്ഥലത്തു നിന്ന് ലഭിച്ച ഷൂസ് വിജിലിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി നടത്തിയ തെരച്ചിലിലാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ മാസം നിർത്തിവെച്ച തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായതോടെ പുനരാരംഭിക്കുകയായിരുന്നു. ചതുപ്പിനുള്ളിൽ വഴി നിർമ്മിച്ച് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയായിരുന്നു തെരച്ചിൽ. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇതിന്റെ DNA എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമുക്കിത് വിജിലിൻ്റേതാണ് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള പോലീസ് നായയുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. ഒരാൾ താഴ്ചയുള്ള ചതുപ്പിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും തെളിവ് ശേഖരണത്തിൽ നിർണായകമായി.
ഈ ഒരു 6-7 ദിവസം ഊണും ഉറക്കില്ലാതെ തന്നെ ഈ സാധനങ്ങൾ ഇത്രയും ചളീൻ്റെ ഇടയിൽ നിന്ന് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ചളീൻ്റെ ഇടയിൽ നിന്നാണ് ഈ അസ്ഥികൾ മുഴുവനും ഞങ്ങൾ പെറുക്കിയെടുത്തത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നായികക്കല്ലാണ്. ഇന്ന് വരെ ഒരു ചില്ലിക്കാശ് ഒരു സ്റ്റേഷനിൽ പോലും വാങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ യജ്ഞത്തിന് പോകുന്ന ഞങ്ങൾ ആളുകൾ ആരും ആൻസോ പാൻപരാഗോ മദ്യോ സിഗരറ്റോ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ വന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ തന്നെ മടങ്ങിപ്പോകുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രണ്ടാംഘട്ട തിരച്ചിലിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി അസ്ഥികൾ ഒഴുക്കിയെന്ന് പ്രതികൾ മൊഴി നൽകിയ വരയ്ക്കൽ ബീച്ചിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിജിൽ ട്രെയിനിൽ കയറിപ്പോയെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി കല്ലായി റെയിൽവേ സ്റ്റേഷനു സമീപം ഉപേക്ഷിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ന്യൂസ് 18 കോഴിക്കോട്. ധർമ്മസ്ഥലയിലെ ബംഗളഗുഡയിൽ കണ്ട കാഴ്ചകൾ ഭയപ്പെടുത്തുന്നതാണ്. അതിനുശേഷം ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. മഹസ്തർ തയ്യാറാക്കാനായി SITക്കൊപ്പം പോയ വിട്ടള ഗൗഡയുടെ ഉള്ളിൽ ഇപ്പോഴും ആ ദൃശ്യങ്ങളുണ്ട്. ആദ്യ ദിനം 3 മൃതദേഹങ്ങളും രണ്ടാം തവണ 5 മൃതദേഹാവശിഷ്ടങ്ങളും താൻ നേരിട്ട് കണ്ടെത്തിയെന്നാണ് അയാൾ പറയുന്നത്. ധർമ്മസ്ഥലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സൗജന്യയുടെ അമ്മാവനാണ് കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായ വിട്ടള ഗൗഡ. ബംഗളഗുഡയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. മനുഷ്യവാസമില്ലാത്ത ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പല ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്നു. ധർമ്മസ്ഥലയിലെ ബംഗളഗുഡിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സെപ്റ്റംബർ 6 നടത്തിയ പരിശോധനയിൽ 3ഓളം മൃതദേഹാവശിഷ്ടങ്ങളാണ് ബംഗളഗുഡിയിൽ നിന്ന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം SIT നടത്തിയ പരിശോധനയിൽ 5ഓളം തലയോട്ടികളും നിരവധി അസ്ഥികളും കണ്ടെത്തി. ഇതിൽ ഒരു കുട്ടിയുടേതും ഉൾപ്പെടുന്നു. 1ാം ഘട്ടത്തിൽ SITയുടെ പരിശോധനയിൽ 11A എന്ന് മാർക്ക് ചെയ്ത ഇവിടെ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും നിരവധി അസ്ഥികളും ലഭിച്ചിരുന്നു. കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടള ഗൗഡ ചൂണ്ടിക്കാട്ടിയിടത്തു നിന്നാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയത്. യുദ്ധക്കളം പോലെയാണ് വനത്തിനകത്തെ ഒരു പ്രദേശമെന്നും ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലുള്ള അസ്ഥികൂടങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയതെന്നും കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടള ಗೌಡ പറയുന്നു. ನಂತರ ಅದರ ಪಕ್ಕದಲ್ಲಿ ಒಂದು 6-7 ಮಣ್ಣಿನ ಮಡಿಕೆ ಕಲಶ ಅಲ್ಲಿ ಸಿಗುತ್ತೆ. ಒಂದು ಸ್ಟಿಕ್ಕು, ಒಂದು ಕನ್ನಡಕ, ಒಂದು ಗ್ಲಾಸು, ಮತ್ತೊಂದು ಮೊಬೈಲ್, ಒಂದು ಕವರು, ಬ್ಯಾಕ್ ಕವರು ಸಿಗುತ್ತೆ. ಅದು ನೋಡಿದ ತಕ್ಷಣ ನಮಗೆ ಮೇಲೆಲ್ಲ ಜುಮ್ ಒಂದು ಸಲ ಆಯಿತು. ಯಾಕಂದರೆ ಅವತ್ತು ನಾನು ನಿನ್ನೆ ನಿದ್ದೆ ಮಾಡಲಿಲ್ಲ, ಬೇಜಾರಾಯಿತು. ನಾವು ಕ್ಷೇತ್ರದಲ್ಲಿ ಈ ಥರ ಆಗ್ತಾಯಿದೆಯಾ ಅನ್ನೋದು ಸ್ವಲ್ಪ ತುಂಬ ಬೇಜಾರಾಯಿತು. ಅದು ಸರಿಯಾಗಿ ತನಿಖೆ ಮಾಡಬೇಕು. ಅದಕ್ಕೆ ಯಾರು ಅದನ್ನು ಕೊಲೆ ಮಾಡಿದ್ದಾರೆ, ತಂದು ಯಾರು ಬಿಸಾಡಿದ್ದಾರೆ ಅನ್ನೋದು ನಮಗೆ ಅದು ತನಿಖೆ ಆಗಬೇಕು. ಮತ್ತು ಅದರಲ್ಲಿ ನಮ್ಮ ಸೌಜನ್ಯಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. വനത്തിനകത്ത് മന്ത്രവാദം നടത്തിയെന്ന് സംശയിക്കുന്ന തെളിവുകളും കണ്ടെത്തി. നേത്രാവതി പുഴയോടും സംസ്ഥാന പാതയോടും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ബംഗളഗുഡെ. ആദ്യഘട്ടത്തിൽ SIT അടയാളപ്പെടുത്തിയ 1 മുതൽ 12 വരെയുള്ള ഇടങ്ങൾ ബംഗളഗുഡയുടെ അതിരുകളിലാണ്. തദ്ദേശീയരായ ആളുകൾ കയറാൻ ഭയപ്പെടുന്ന ഇടം കൂടിയാണ് ബംഗളഗുഡ എന്ന് പറയുന്ന വനപ്രദേശം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ ശേഷിപ്പായി തറഭാഗം മാത്രമാണിപ്പോൾ ബാക്കിയുള്ളതെന്നുമാണ് പറയപ്പെടുന്നത്. ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ താവളം കൂടിയാണ് ഇവിടം. കഴിഞ്ഞ ദിവസം പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധനക്കായി എത്തിയ SIT സംഘത്തെ ഡി ഗ്യാങ് എന്നറിയപ്പെടുന്ന സംഘം തടയാൻ ശ്രമിച്ചതും സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ധർമ്മസ്ഥല കേസിൽ നീതിപൂർവവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി നേതാവ് മഹേഷ് ഷെട്ടി തിമിരോടി SITക്ക് പരാതി നൽകി. ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി കൈമാറിയത്. ധർമ്മസ്ഥലയിലെ മുഴുവൻ അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്നും മഹേഷ് ഷെട്ടി ആവശ്യപ്പെട്ടു. ബംഗളഗുഡയിൽ നിന്ന് മാത്രം ഇതുവരെ 10ലേറെ മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ തുടരന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത്. വെളിപ്പെടുത്തലുകളിൽ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഒടുവിൽ ആക്ഷൻ കമ്മിറ്റിയിലെ പ്രധാനി വിട്ടള ഗൗഡിലെത്തി നിൽക്കുമ്പോൾ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ സങ്കീർണതകളും ഏറുകയാണ്.
ഒന്നാം ഘട്ടത്തിലേതുപോലെ വിപുലമായ തെരച്ചിലിന് SIT തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. BJP സംസ്ഥാന ഘടകം ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ ഇതിനായുള്ള സമ്മർദ്ദവും ഏറുകയാണ്. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. Presenting the Maruti Suzuki Victoris. Got it all. ഒരബദ്ധം ഏത് പോലീസുകാരനും സംഭവിക്കാം. എന്നാൽ വീഴ്ച ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ എന്തുകൊണ്ടാണ് കേരള പോലീസ് തയ്യാറാകാത്തത്? മാത്രമല്ല, ഒരു കള്ളക്കേസെടുത്ത് നിരപരാധിയെ ജയിലിലടച്ചെന്ന് കണ്ടെത്തിയാലും പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. പോലീസ് എടുത്ത കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായില്ലെന്ന് പരാതി. കോട്ടയം സ്വദേശി പ്രദീപിനെതിരെ 2014 ആറന്മുള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. വ്യാജ കേസെടുത്ത ആറന്മുള CI ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. വ്യാജ കേസിൽ 21 ദിവസം ജയിലിൽ കഴിഞ്ഞതോടെ അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതായെന്നാണ് പ്രദീപ് പറയുന്നത്. കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയി. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ ഇതുപോലെ കള്ളക്കേസൊക്കെ കൊടുത്ത് പത്രത്തിലെല്ലാം ഇടിയിപ്പിച്ച് ഇതുപോലെ ന്യൂസ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു അവസ്ഥ അത് പറഞ്ഞാൽ അറിയിക്കുന്നതിനും അപ്പുറമാണ്. പോലീസിന്റെ വ്യാജ കേസുകൾ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെ തകർക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് കോട്ടയം സ്വദേശി പ്രദീപിന്റെ അനുഭവം. വിൻസെന്റ് പോൾ സാറ് അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട SP രാഹുൽ R നായരെ ബന്ധപ്പെട്ട് അദ്ദേഹം കോഴഞ്ചേരി CI ആയിട്ടുള്ള ദിലീപ് ഖാനോട് പറഞ്ഞ് എന്നെ ഒരു വ്യാജ പരാതിയിൽ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു. എൻ്റെ വീട് റെയ്ഡ് നടത്തി. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ, കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ 21 ദിവസം റിമാൻഡ് ചെയ്തു. 2014 പ്രദീപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ കോഴഞ്ചേരി സ്വദേശി ബിജു മാത്യു പ്രദീപിനെതിരെ പരാതി നൽകി. ചെക്ക് ബുക്ക് മോഷ്ടിച്ച് വ്യാജ ഒപ്പിട്ട് 55 ലക്ഷം രൂപ പ്രദീപ് തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആറന്മുള CI ദിലീപ് ഖാൻ പ്രദീപിനെ അറസ്റ്റ് ചെയ്ത് 21 ദിവസം റിമാൻഡിൽ ജയിലിലാക്കി. ജയിലിൽ നിന്നിറങ്ങിയ പ്രദീപ് നിയമ പോരാട്ടത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത് സ്വന്തം നിരപരാധിത്വം മാത്രമല്ല, പോലീസിന്റെ ക്രിമിനൽ നീക്കം കൂടിയാണ്. ഈ കള്ളക്കേസ് കൊടുക്കുക, എൻ്റെ പണം അപഹരിക്കുക, എന്നെ എന്താ പറയുക, എനിക്ക് തരാനായിട്ടുള്ള പണം തരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു സമീപനമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അത് കാരണം മർദ്ദനമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു പോലീസ് ഓഫീസർ നമ്മളെ മർദ്ദിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ പിന്നീട് ലീവ് എടുത്ത് ഗൾഫിലെങ്ങാണ്ട് പോയി. അയാളെ പിന്നെ ഞാൻ കോടതിയിൽ വെച്ച് ഒരു പ്രാവശ്യം കാണുകയും ചെയ്തു. അന്ന് അയാൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ സത്യമാണെന്നാണ് വിചാരിച്ചത്, ഇതുപോലെ ഒരു കള്ളക്കേസാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു. പ്രദീപിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ വിവരങ്ങളാണ്. യാതൊരു തെളിവുമില്ലാതെയാണ് പ്രദീപിനെ അറസ്റ്റ് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് ADGP DGPക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ചെക്കുകൾ വ്യാജമല്ലെന്ന് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലും കണ്ടെത്തി. ഈ റിപ്പോർട്ടിന് പോലും കാത്തിരിക്കാതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം നിയമവിരുദ്ധമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസ് വ്യാജമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടി വേണമെന്നും DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. പക്ഷെ പിന്നീട് തുടർ നടപടി ഒന്നും ഉണ്ടായില്ലെന്നതാണ് പ്രദീപിന്റെ അനുഭവം. വ്യാജ കേസെടുത്ത ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. നഷ്ടം പ്രദീപിന് മാത്രം. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മനസ്സാക്ഷിയില്ലാത്ത ഇടിയൻ പോലീസുകാരെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ? അങ്ങനെ ദുഷ്ടരായവർ മാത്രമല്ല,
വളരെ ദുർബല മനസ്സുള്ള പോലീസുകാരും ഈ നാട്ടിലുണ്ട്. തൊഴിലിടത്തെയും വ്യക്തി ജീവിതത്തിലെയും ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാനാകാതെ ജീവനൊടുക്കുന്നവർ. മലപ്പുറം തവനൂർ സെൻട്രൽ ജയിലിലെ ജയിലർ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചത് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നെന്ന് വിവരം. പാലക്കാട് സ്വദേശി ബർസാത്ത് എന്ന 29-കാരനാണ് ജീവനൊടുക്കിയത്. മരിക്കുകയാണെന്ന് പറഞ്ഞ് സഹോദരന് സന്ദേശം അയച്ച ശേഷമായിരുന്നു ആത്മഹത്യ. മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലിൽ ജയിലറായി സേവനമനുഷ്ഠിക്കുന്ന യുവ ഉദ്യോഗസ്ഥനെയാണ് വെള്ളിയാഴ്ച രാവിലെ താമസ സ്ഥലത്ത് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പാലക്കാട് ചിറ്റൂർ സ്വദേശി ബർസാത്ത് എന്ന 29-കാരനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോൾ ക്വാർട്ടേഴ്സിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ ബർസാത്ത് സ്വയം ജീവനൊടുക്കുകയായിരുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. വ്യാഴാഴ്ച പകൽ മുഴുവൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബർസാത്ത വൈകുന്നേരത്തോടെ ജോലി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോയതായിരുന്നു. ഇതിനുശേഷമാണ് മരണം നടന്നിട്ടുള്ളത്. മരിക്കുന്നതിന് മുൻപ് താൻ മരിക്കുകയാണെന്ന് പറഞ്ഞ സഹോദരന് ബർസാത്ത് മെസ്സേജ് അയച്ചിരുന്നു. എന്നാൽ ഈ സന്ദേശം രാവിലെയാണ് ബർസാത്തിന്റെ സഹോദരൻ കണ്ടത്. അപ്പോൾ തന്നെ സഹപ്രവർത്തകരെ അറിയിക്കുകയും ഇവരെത്തിയപ്പോൾ ക്വാർട്ടേഴ്സിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. കുറ്റിപ്പുറം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. തിരൂർ ഡിവൈഎസ്പി AJ ജോൺസൺ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് 18 തിരൂർ. Presenting the Maruti Suzuki Victoris. Got it all. നമ്മളൊക്കെ ജോലി തിരക്കും മറ്റു പ്രാരാബ്ധങ്ങളുമൊക്കെ ഉള്ളവരാണ്. എന്നാലും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ഇടയ്ക്ക് പത്രമാധ്യമങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഈ രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പിനെക്കുറിച്ചും മറ്റ് ഓൺലൈൻ കെണികളെക്കുറിച്ചും അറിയാത്ത മനുഷ്യർ ഇപ്പോഴും ഇവിടെയുണ്ട്. കണ്ണൂർ മട്ടന്നൂരിൽ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ 4.5 കോടിയോളം രൂപ തട്ടിയെടുത്തത് ഒരു ഡോക്ടറിൽ നിന്നാണ്. മലയാളികളുടെ സഹായത്തോടെ ഇതര സംസ്ഥാന തട്ടിപ്പ് സംഘമായിരുന്നു കേസിന് പിന്നിൽ. ഡോക്ടറെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം അറക്കപ്പള്ളി സ്വദേശി സൈനുൽ ആബിദാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. വ്യാജ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വഴി കോടികൾ തട്ടിയ കേസിലാണ് അറസ്റ്റ്. എറണാകുളം അറക്കപ്പടി സ്വദേശിയായ സൈനുൽ ആബിദിൻ എന്ന 41-കാരനാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനായി പ്രതികൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു തട്ടിപ്പ്. അപ്സ്റ്റോക്ക് എന്ന കമ്പനിയുടെ വെൽത്ത് പ്രോഫിറ്റ് പ്ലാൻ സ്കീമിലൂടെ വൻ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചാണ് ട്രേഡിംഗ് ആപ്ലിക്കേഷനിൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചത്. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വാട്സപ്പ് വഴിയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പണം നിക്ഷേപമായി സ്വീകരിക്കുകയായിരുന്നു. ഓരോ തവണ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും വ്യാജ ട്രേഡിംഗ് ആപ്ലിക്കേഷനിൽ വലിയ ലാഭം കാണിച്ചു. എന്നാൽ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പല സാങ്കേതിക കാരണങ്ങളും പറഞ്ഞ് വീണ്ടും പണം വാങ്ങുകയാണുണ്ടായത്. പണം പിൻവലിക്കാൻ സാധിക്കാതെ വന്നതോടെ ഇത് തട്ടിപ്പാണെന്ന് പരാതിക്കാരന് മനസ്സിലായി. ചെന്നൈ സ്വദേശിയായ സെന്തിൽകുമാർ എന്നയാളുടെ അക്കൗണ്ടിൽ 44 ലക്ഷം രൂപ ATM വഴിയും ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയും ആബിദാണ് കൈകാര്യം ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളായ മഹബൂബ് ബാഷ, ഫാറൂഖ്, റിജാസ് എന്നിവരെ പോലീസ് ചെന്നൈയിൽ നിന്ന് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരു കേസിൽ കണ്ണൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത ആബിദിനെ റിമാൻഡ് ചെയ്തിരുന്നു. ആ കേസിൽ ഇയാൾ ജാമ്യത്തിലാണ്. ആബിദിന്റെ പേരിൽ വിശാഖപട്ടണത്തും ഒരു കേസുണ്ട്. കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ജേക്കബ് MDയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. ദേശീയ പാതയോരങ്ങളിലെ വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ശിഹാബും അബ്ദുൽ മുദസ്സിറും. ആളുകൾ വീടിനുള്ളിൽ ഉണ്ടെങ്കിൽ പോലും അവർ അതിവിദഗ്ധമായി മോഷണം നടത്തും. എന്നാൽ കഴിഞ്ഞ മാസം കാസർഗോഡ് പുല്ലൂരിലുള്ള പ്രവാസിയുടെ വീട്ടിൽ കവർച്ചയ്ക്ക് കയറിയ 2 പേർക്കും പിടിവീണു. ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞതാണ് പ്രതികൾക്ക് കുരുക്കായത്. പിടിയിലായ 2 പേരും നിരവധി കവർച്ചാ കേസുകളിലെ പ്രതികളാണ്. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
ദേശീയ പാതയോരങ്ങളിലെ ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 2 പേർ അമ്പലത്തറ പോലീസിന്റെ പിടിയിലായി. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ കർണാടക അതിർത്തിയിലെ മുറത്തണ സ്വദേശി ഷിഹാബ്, ദേർലക്കട്ട സ്വദേശി അബ്ദുൾ മുദസീർ എന്നിവരാണ് പിടിയിലായത്. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയാണ് സംഘം കവർച്ച നടത്തിയിരുന്നത്. പുല്ലൂരിലെ പ്രവാസി പി പത്മനാഭന്റെ വീട്ടിൽ വാതിൽ തകർത്ത് കവർച്ചാശ്രമം നടത്തിയ കേസിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇതാണ് പ്രതികളിലേക്കെത്താൻ പോലീസിന് സഹായകമായത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പ്രതികൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് SP നന്ദഗോപന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. ആഗസ്റ്റ് 25 രാത്രി 9 പുല്ലൂരിലെ പത്മനാഭന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം നടത്തിയത്. പത്മനാഭൻ അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ പോയ സമയത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. പത്മനാഭന്റെ ഭാര്യ സൗദാമിനി മുകളിലത്തെ നിലയിൽ മുറിയിലുണ്ടായിരുന്നു. കവർച്ചക്കാർ വാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് സൗദാമിനി നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വീടിനകത്ത് പ്രവേശിച്ചപ്പോൾ ഇരുവരും പിൻവശത്തെ വാതിൽ തകർത്ത് മതിൽക്കെട്ടിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പിടിയിലായ പ്രതി അബ്ദുൾ മുദസറിന്റെ കാല് ചാട്ടത്തിനിടയിൽ ഒടിഞ്ഞതിനെ തുടർന്ന് ചികിത്സ തേടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അമ്പലത്തറ ഇൻസ്പെക്ടർ KP ഷൈന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഹെൽമറ്റ് ധരിച്ചാണ് പ്രതികൾ വീടിനുള്ളിൽ കയറിയത്. പത്മനാഭന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളും വിരലടയാളങ്ങളുമാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായിച്ചത്. ഷിഹാബ് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. 2019 പയ്യന്നൂരിൽ ATM കൗണ്ടറിൽ കവർച്ചാശ്രമം നടത്തിയ കേസിലും കർണാടക കൊണാജയിലും കവർച്ചാ കേസിലും ബേക്കൽ സ്റ്റേഷൻ പരിധിയിലെ ഒരു കവർച്ചാ കേസിലും ഇയാൾ പ്രതിയാണ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. News 18 കാസർഗോഡ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലും അധ്യാപകർ വഴക്കു പറഞ്ഞാലും മാനസികമായി തളരുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും പണ്ടത്തെ പോലെ വിദ്യാർത്ഥികൾക്ക് മേൽ സമ്മർദ്ദങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലെന്നാണ് അറിവ്. എന്നാലും ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സ് പതറുന്നവരുണ്ട്. ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവർ. തിരുവനന്തപുരം ചിറയൻകീഴിൽ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് കോളേജിലെ സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിലാണ്. തുമ്പ സെൻറ് സേവിയേഴ്സ് കോളേജിലെ 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിനി അനഘയാണ് മരിച്ചത്. പെൺകുട്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ ഒരു അപകടമുണ്ടായാൽ പലരും നിർത്താതെ പോകുന്ന പ്രവണതയുണ്ട്. ഒരുപക്ഷെ ഭയം കാരണമായിരിക്കാം അത്. എന്നാൽ ഇങ്ങനെ നിർത്താതെ പോയാലുള്ള നിയമ നടപടിയെക്കുറിച്ച് കൂടി തിരിച്ചറിയണം. കാസർഗോഡ് ചെറുവത്തൂരിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ജീപ്പ് മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. ചീമേനി ഭാഗത്തു നിന്ന് അമിത വേഗതയിലെത്തിയ ജീപ്പാണ് കണ്ണാടിപ്പാറ ഭാഗത്ത് വെച്ച് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടത്.
വൈകുന്നേരം 5:20 സംഭവം. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ബാലകൃഷ്ണനെയാണ് അമിത വേഗത്തിൽ എത്തിയ ജീപ്പ് ഇടിച്ചിട്ടത്. ചെറുവത്തൂർ ഭാഗത്ത് നിന്ന് ചീമേനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിരെ എത്തിയ ജീപ്പ് ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് അപകടകരമാം വിധം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലൂടെ പോയ ജീപ്പ് ഹോംഗാർഡ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഹൈവേ പോലീസ് പിടികൂടി. ജീപ്പ് ഡ്രൈവർക്ക് പിഴ ചുമത്തി പറഞ്ഞുവിടാനിരിക്കുമ്പോഴാണ് അപകടം വരുത്തിയ ജീപ്പാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം നൽകിയത്. ജീപ്പിലുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികളെയും ചന്ദേര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചന്ദേര, ചീമേനി സ്റ്റേഷനുകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരുടെ സംയോജിതമായ ഇടപെടലാണ് ജീപ്പ് പിടികൂടാൻ സഹായിച്ചത്. അപകടത്തിൽ ബാലകൃഷ്ണന്റെ കൈയെല്ലുകൾക്ക് പൊട്ടലുണ്ട്. ന്യൂസ് 18 ചെറുവത്തൂർ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പീഡനത്തിനെതിരെ പരാതിയുമായി കുടുംബം. 7 വയസ്സുകാരൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതിന് പിന്നാലെ കൈപ്പത്തി പൂർണ്ണമായും പഴുത്ത് വ്രണമായ സംഭവത്തിലാണ് കുട്ടിയുടെ പിതാവും പത്തനംതിട്ട കൊടുന്തറ സ്വദേശിയുമായ മനോജ് പരാതിയുമായി രംഗത്തെത്തിയത്. അതേസമയം ചികിത്സയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. രണ്ടാഴ്ച മുൻപാണ് സൈക്കിളിൽ നിന്നും വീണ് കൈക്ക് പരിക്കേറ്റ 7 വയസ്സുകാരൻ മനുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പരിശോധനകൾക്ക് ശേഷം ഡ്യൂട്ടിയിലെ ഡോക്ടർ കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കുട്ടിക്ക് പിന്നീട് കയ്യിൽ നീരും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു. വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ വിശദമായ പരിശോധന നടത്താതെ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം. പിറ്റേ ചൊവ്വാഴ്ച അടുക്കാറായപ്പോഴത്തേക്ക് അന്ന് തിങ്കളാഴ്ച ആയപ്പോൾ കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. നമുക്കൊരു മരമാണ് അത് വെട്ടിക്കളഞ്ഞാൽ അതിന്റെ അത് പിന്നെയും കിളിച്ചു വരും. ഈ ജന്മനാ കിട്ടിയതായി അത് വികലാംഗനായി കഴിഞ്ഞാൽ നാളെ അവൻ തിരിച്ച് നമ്മോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല കൊടുക്കാൻ എന്റെ കുഞ്ഞിന്. അത് ശരിയായ കാര്യമല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ആ ഡോക്ടർ എന്നല്ല, ഏത് ഡോക്ടർ അവര് ദൈവത്തിന് തുല്യമാണ്. അവര് ഒരു കാരണവശാലും ഒരു കുഞ്ഞുങ്ങളോട് എങ്ങനെ ചെയ്യാൻ പാടില്ല. ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാസ്റ്റർ അഴിച്ചു കാണിക്കാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ തയ്യാറായില്ലെന്നും മറ്റൊരു ഡോക്ടറുടെ നിർബന്ധത്തെ തുടർന്നാണ് പ്ലാസ്റ്റർ നീക്കം ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. അതേസമയം കുട്ടിയുടെ ചികിത്സയിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെയും കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെയും നിലപാട്. ഒരു വൈകല്യത്തോടു കൂടിയുള്ള ഒടിവ് അല്ലെങ്കിൽ ഒരു മുറിവോട് കൂടിയുള്ള ഒടിവ്, ഓപ്പൺ ഫ്രാക്ചർ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് അന്നേരം തുറന്ന് നോക്കേണ്ട സൂചനയായിട്ട്. പക്ഷേ ഇതൊന്നും കുഞ്ഞിന് അന്നേരം ഇല്ലായിരുന്നു. ഞാൻ കുഞ്ഞിനെ അച്ഛനെ സമാശ്വസിപ്പിച്ചു. നമുക്ക് എന്തായാലും പ്ലാസ്റ്റർ ഇട്ടതല്ലേ, ഒരാഴ്ച കൂടെ പ്ലാസ്റ്റർ തുടരാം, നമ്മൾ അടുത്ത ചൊവ്വാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ OP കൊണ്ടൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ വേദനക്കുള്ള മരുന്ന് എഴുതി കൊടുത്തു. അവർ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ എനിക്കൊരു കോള് വരുന്നത് ഞായറാഴ്ച ഒരു ഉച്ച വൈകുന്നേരത്തോടെയാണ്. കാഷ്വൽ ഡോക്ടറിനെ വിളിക്കുന്നു. ഇതേ കുട്ടി, ഞാൻ കണ്ടൊരു പേഷ്യന്റ് OPയിൽ വന്നിട്ടുണ്ട്, കുഞ്ഞിന് കൈക്ക് നല്ല വേദനയുണ്ട്, പഴുപ്പുണ്ടെന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പ്ലാസ്റ്റർ അടിച്ച് നോക്കൂ, ഒരു ബുദ്ധിമുട്ട് പറയുന്നില്ലെന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ അടിച്ചപ്പം അവിടെ നീരുണ്ട്, പഴുപ്പിന് അംശമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇതൊരു അണുബാധയുടെ സൂചനയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഇപ്പോൾ പരിമിതിയുണ്ട്, കാരണം നമ്മുടെ ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. അപ്പോൾ അവരെ കോട്ടയത്തേക്ക് റെഫർ ചെയ്തു. അവർ പക്ഷേ സന്തോഷപ്രകാരമാണ് തോന്നുന്നു ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. അവിടുന്ന് അവരുടെ തുടർ ചികിത്സ എന്താ ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്. പരിക്കുപറ്റിയ കുട്ടിക്ക് അണുബാധ ഉണ്ടായതാകാം മുറിവ് ഗുരുതരമാകാൻ കാരണമെന്നാണ് ഡോക്ടറുടെ വിശദീകരണം. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് കുട്ടിയുടെ പിതാവ് മനോജ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. മലയാളികളുടെ അത്രയും ഒളിഞ്ഞു നോക്കാൻ കഴിവുള്ളവർ മറ്റെങ്ങും ഉണ്ടാകില്ല. സമീപത്തെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്കൊരു പ്രത്യേക ബിരുദ അല്ലേ. പല നാട്ടിലും സദാചാര പോലീസുകാരുണ്ട്.
അയൽവീടുകളിൽ നടക്കുന്നത് എന്താണെന്നറിയാൻ വലിയ ഉത്സാഹമാണ് പലർക്കും. കണ്ണൂർ നടുവിലെന്ന പ്രദേശത്ത് വിവാഹിതയായ യുവതിയുടെ വീട്ടിൽ പതിവായി ഒരാൾ വരുന്നത് നാട്ടുകാരായ 3 ചെറുപ്പക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ സദാചാര പോലീസ് ചമഞ്ഞ് അവർ ബഹളം വെക്കാനോ ആളെ കൂട്ടാനോ തയ്യാറായില്ല. പകരം യുവതിയുടെ കിടപ്പറ രംഗം ഒളിച്ചിരുന്ന് അവർ മൊബൈലിൽ പകർത്തി. പിന്നീട് ഭീഷണിപ്പെടുത്തി പണം തട്ടി. അവിടം കൊണ്ടും തീർന്നില്ല കേട്ടോ. തങ്ങൾക്ക് വഴങ്ങണമെന്നും ഇല്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണി. ഇതോടെ യുവതി പോലീസിൽ പരാതി നൽകി. കേസിൽ അയൽവാസികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടുവിൽ സ്വദേശികളായ കുഞ്ഞാപ്പി എന്ന ശമൽ, ലത്തീഫ് എന്നിവരാണ് പിടിയിലായത്. കേസിലെ 1-ാം പ്രതിയും ശമലിൻ്റെ സഹോദരനുമായ ശ്യാം മറ്റൊരു കേസിൽ റിമാൻഡിലാണ്. ഇതുപോലെ മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരുടെ വിധി ഇങ്ങനെയായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.